നടി മിനു മുനീറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പീഡന ആരോപണത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരൻ കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരന്റെ ഉറ്റ അനുയായിയാണെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. കെ. സുധാകരനെ നമുക്ക് അറിയാം എന്ന് പറയുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് ക്രിമിനൽ സംഘങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു കെ.പി.സി.സി പ്രസിഡന്റാണ് കെ. സുധാകരൻ എന്ന് കോൺഗ്രസിനുള്ളിൽ പരസ്യമായ ഒരു രഹസ്യമാണ്. കാരണം ഇതെല്ലാം തെളിയിക്കുന്നതിന് പ്രധാന കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു കെ. സുധാകരൻ്റെ മകൻ്റെ വിവാഹം. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട സൽക്കാരത്തിലും മറ്റു പരിപാടികളിലും മുഖ്യ അതിഥിയായി പങ്കെടുത്തതിൽ പ്രധാനിയായിരുന്നു AKG സെൻറ്റർ ബോംബാക്രമണ കേസിലെ 2 പ്രതികളും കെ. സുധാകരൻ്റെ മകൻ്റെ പരിപാടിയിൽ വലിയ സാന്നിധ്യമായി തന്നെ പങ്കെടുത്തിരുന്നു, വളരെ സജീവമായി തന്നെ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റും കെ.പി.സി.സി നിയമസഹായ വേദിയും അധ്യക്ഷനുമായ ഈ സുധാകരൻ്റെ ഉറ്റ അനുയായിയായ അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരനെതിരെ പ്രതിഷേധം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. ക്രിമിനലുകളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കെ.പി.സി.സി പ്രസിഡന്റാണ് കെ. സുധാകരൻ എന്ന തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ ചെയർമാൻ ശശി തരൂർ ഇടപെട്ട് ചന്ദ്രശേഖരൻ്റെ നിയമനം നേരത്തെ തടഞ്ഞിരുന്നു. തുടർന്നാണ് സുധാകരൻ പുതിയ സ്ഥാനങ്ങൾ നൽകിയത്. കാരണം ഒരു സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിൻ്റെ എതിർപ്പ് ഉയർന്നപ്പോൾ വേറെ സ്ഥാനങ്ങൾ വലിയ തോതിൽ നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസ് സംഘടനയായ ലോക മലയാളി കൗൺസിൽ ഗ്ലോബൽ ലീഗൽ ഫോറത്തിൻ്റെ ചെയർമാൻ സ്ഥാനവും ഇദ്ദേഹത്തിന് തന്നെ നൽകി. മോൺസൺ മാവുങ്കൽ കേസിൽ കെ. സുധാകരന് വേണ്ടി ഹാജരായതും ഇതേ വക്കീൽ തന്നെയാണ് എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് സംഭവത്തിലെ ഒരു സമവാക്യങ്ങൾ കാര്യമായിട്ട് തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നത്. ചന്ദ്രശേഖരൻ ചതിയിൽപ്പെടുത്തിയെന്നാണ് നടി മിനു മുനീർ വെളിപ്പെടുത്തിയത്. ഷൂട്ടിംഗ് ലൊക്കേഷനായ ബോൾഗാട്ടി കാണിക്കാൻ കൊണ്ടുപോകുന്നതിനിടയിലാണ് ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ചതെന്നും മറ്റൊരാളുടെ അടുത്തേക്കാണ് തന്നെ എത്തിച്ചതെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു. അതായത് കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിലെ പഴി കേൾക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൽ പഴിയോട് വഴി ആയി മാറിക്കൊണ്ടിരിക്കുന്ന MP വിൻസെൻ്റ്, അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളി തുടങ്ങിയ നിരകളിലേക്കാണ് ഇത്തരം ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ കടന്നു വരുന്നത്. സുധാകരനുമായി അടുത്ത ബന്ധം ഈ നേതാക്കൾ പുലർത്തുന്നു എന്നുള്ളത് തന്നെ ഇതിൻ്റെ ക്രിമിനൽ സംഘങ്ങളുമായുള്ള സുധാകരൻ്റെ പങ്ക് കൂടുതൽ വെളിപ്പെടുത്തുന്ന കാഴ്ചയാണെന്ന് വിമർശകർ തന്നെ പറയുന്നു.